Hello everyone, welcome to Inspire Plus. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇറിഗേഷൻ സബ്ജക്റ്റിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, which of the following statements is or are correct about the definition of hydrology? ഹൈഡ്രോളജിയുടെ കറക്റ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻ ഏതാണ്? ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഹൈഡ്രോളജി is a science that deals with the study of water on earth. Then hydrology includes the study of the occurrence, movement and distribution of the water. Hydrology has no practical applications in real life. നമുക്ക് നമ്മുടെ ലോജിക് യൂസ് ചെയ്തിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന കുറെ ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം, അല്ലെ? അപ്പൊ എന്താണ് ഹൈഡ്രോളജി എന്ന് പറയുന്നത്? ഇറ്റ്സ് എ സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ദി സ്റ്റഡി ഓഫ് വാട്ടർ ഓൺ എർത്ത്. കറക്റ്റ് ആണ്, അല്ലെ? ഹൈഡ്രോ എന്ന് പറയുമ്പോൾ തന്നെ റിലേറ്റഡ് ടു വാട്ടർ ആണ്. ദെൻ ഹൈഡ്രോളജി ഇൻക്ലൂഡ്സ് ദി സ്റ്റഡി ഓഫ് ദി ഒക്കറൻസ്, മൂവ്മെന്റ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദി വാട്ടർ. അതും കറക്റ്റ് ആണ്. സോ ഒന്നും രണ്ടും കറക്റ്റ് ആണ്. മൂന്നാമത്തെ എന്താണ്? നോ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് എന്നാണ്. അപ്പൊ അത് കറക്റ്റ് അല്ല, അല്ലെ? അപ്പൊ എന്താണ് നമ്മുടെ ഓപ്ഷൻ വരുന്നത്? 1 and 2 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, which of the following statements is or are correct about the necessity of irrigation in India? ഇന്ത്യയിലെ ഇറിഗേഷന്റെ ആവശ്യകത പറ്റി പറയുന്ന ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത്? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഇറിഗേഷൻ is essential due to the varied climate and topography of India. More than 70% of India population depends directly on agriculture. Irrigation is not necessary in India as it receives sufficient rainfall throughout the year. ഏതാണ് കറക്റ്റ്? നമ്മുടെ ഇന്ത്യയിലെ ടോപ്പോഗ്രഫി നമ്മൾ റിലേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും വേരിയിങ് ആയിട്ടുള്ള ക്ലൈമറ്റ് ആണ്, അല്ലെ? അപ്പൊ നമുക്ക് ഇറിഗേഷൻ ആവശ്യമാണ്. ചില സമയത്ത് മാത്രം നല്ലപോലെ മഴ കിട്ടും, പക്ഷെ എന്താണ്, ചില സമയത്ത് ഡ്രൈ പീരീഡ് ആണ്. അപ്പൊ നമുക്ക് ഇറിഗേഷൻ ആവശ്യമായിട്ടുണ്ട്. സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. നെക്സ്റ്റ് എന്താണ്? മോർ ദാൻ 70%, 70% പോപ്പുലേഷൻ എന്താണ്, അഗ്രികൾച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അതും കറക്റ്റ് ആണ്. നെക്സ്റ്റ് എന്താണ്? നോട്ട് നെസസറി. എന്തുകൊണ്ട്? റെയിൻഫോൾ സഫീഷ്യന്റ് ആയിട്ട് കിട്ടുന്നുണ്ടാണോ? അല്ല, തെറ്റാണ്, അല്ലെ? സോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? A ആണ് 1 and 2. Next question, which of the following statements is or are correct about the definition of irrigation? Irrigation is the artificial application of water to land for the purpose of agricultural production. അടുത്തത്, irrigation is necessary only in arid regions. The main purpose of irrigation is to supplement the water requirements of crops during dry seasons. അപ്പൊ എന്താണ്, ഏതൊക്കെയായിരിക്കാം സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുന്നത്? നമുക്കറിയാം എന്താണ് ഇറിഗേഷൻ എന്ന് പറയുന്നത്? ആർട്ടിഫിഷ്യൽ ആപ്ലിക്കേഷൻ ആണ്. ഇറിഗേഷൻ എന്ന് പറയുമ്പോൾ ആർട്ടിഫിഷ്യലി നമ്മൾ വാട്ടർ സപ്ലൈ ചെയ്യുന്ന പ്രോസസ് ആണ്, അല്ലെ? ഇത് കറക്റ്റ് ആണ്. ഇറിഗേഷൻ ഇസ് നെസസറി ഓൺലി ഇൻ ആരിഡ് റീജിയൻ. ആരിഡ് റീജിയണിൽ മാത്രമല്ല, പല റീജിയനുകളിൽ നമ്മൾ യൂസ് ചെയ്യും, അല്ലെ, ഇറിഗേഷൻ എന്ന് പറയുന്ന പ്രോസസ്. പിന്നീട് വരുന്നത് മെയിൻ പർപ്പസ് എന്താണ്? ടു സപ്ലിമെന്റ് ദി വാട്ടർ റിക്വയർമെന്റ്സ് ഓഫ് ക്രോപ്സ് ഡ്യൂറിംഗ് ഡ്രൈ സീസൺസ്. അതും കറക്റ്റ് ആണ്. അപ്പൊ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് 1 ഉം 3 ഉം ആണ്, ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following statements is or are correct about the advantages of irrigation? Irrigation advantages ഏതെല്ലാമാണ്? So irrigation can increase crop yield, it can prevent famines and disasters by ensuring water supply to crops. Then irrigation always leads to water wastage. എന്താണ് പറയുന്നത്? അതായത് നാലാമത്തെ മീൻസ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ അകത്തുനിന്ന് മെയിൻ ആയിട്ട് പറയാൻ പറ്റുന്നത് എന്താണ്? ഇറിഗേഷൻ ക്യാൻ ഇൻക്രീസ് ക്രോപ്പ് yield, അല്ലെ? ഇറിഗേഷനിലൂടെ നമുക്ക് ക്രോപ്പ് yield, അല്ലെ, മീൻസ് നമ്മുടെ ക്രോപ്പുകളുടെ ഒക്കെ എന്താണ് നമുക്ക് വിളയിക്കുന്നത് അത് കൂട്ടാൻ പറ്റും. അതുപോലെ തന്നെ ഇറ്റ് ക്യാൻ പ്രിവെന്റ് ഫെമൈൻസ് ആൻഡ് ഡിസാസ്റ്റേഴ്സ് ബൈ എൻഷറിംഗ് വാട്ടർ സപ്ലൈ ടു ക്രോപ്സ്. ക്രോപ്സിന് വാട്ടർ സപ്ലൈ ചെയ്യുന്നതിലൂടെ ഡിസാസ്റ്റേഴ്സിനെ ഒക്കെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ആണോ? അതെ. കാരണം എന്താണ് മെയിൻ ആയിട്ട് വരുന്നത്? അതായത് നമ്മുടെ മീൻസ് വാട്ടർ സപ്ലൈ നമ്മൾ കൊടുക്കുന്ന സമയത്ത് എന്താണ്, മണ്ണിലേക്ക് വേരുകൾ നല്ലപോലെ ഇറങ്ങുക ചെയ്യുന്നത്. അപ്പൊ മണ്ണൊലിപ്പ് പോലെയുള്ള മീൻസ് ക്രോപ്പുകൾ നല്ലപോലെ കൾട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മണ്ണൊലിപ്പിനെയൊക്കെ കുറെയൊക്കെ തടയാൻ പറ്റും, അല്ലെ? പിന്നെ വരുന്നത് ഇറിഗേഷൻ ഓൾവേസ് ലീഡ്സ് ടു വാട്ടർ വേസ്റ്റഡ്. എപ്പോഴും വാട്ടർ വേസ്റ്റഡ് ഉണ്ടാകത്തില്ല, കാരണം അത് ഇറിഗേഷന്റെ ടൈപ്പിനനുസരിച്ചിട്ടിരിക്കും. ഓരോ ടൈപ്പിനനുസരിച്ചാണ്. അതുകൊണ്ട് ഓൾവേസ് എന്ന് പറയാൻ പറ്റത്തില്ല, അല്ലെ? സോ 1 and 2 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following statement is or are correct about the different types of irrigation? ഒന്നാമത്, surface irrigation includes methods like furrow, basin and border strip irrigation. Drip irrigation is the least efficient method of irrigation. Sprinkler irrigation can be used on uneven terrain. ഏതൊക്കെയായിരിക്കാം? അതായത് ഒന്നാമതായിട്ട് നോക്കുക, നമ്മുടെ ഇറിഗേഷൻ തന്നെ ക്ലാസിഫിക്കേഷനിൽ വരുന്നത് മെയിൻ ക്ലാസിഫിക്കേഷൻ സർഫസ് ഇറിഗേഷൻ, സബ് സർഫസ് ഇറിഗേഷൻ, സ്പ്രിംഗ്ലർ ഇറിഗേഷൻ ആണ്. ഇതിൽ നോക്കിയ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് സർഫസ് ഇറിഗേഷൻ, അല്ലെ? സർഫസ് ഇറിഗേഷനിൽ വരുന്നതാണ് ഫെറോ, ബേസിൻ, ബോർഡർ സ്ട്രിപ്പ് ആണ്. ഏതൊക്കെയാ നോക്കി കണ്ടോ? ബോർഡർ സ്ട്രിപ്പ്, ഫെറോ, അതൊക്കെ നമ്മുടെ ഈ ഒരു മെത്തേഡ്, ഫെറോ മെത്തേഡ് കണ്ടോ? ഇങ്ങനെ ഈ മെത്തേഡുകളെല്ലാം നമുക്ക് പറഞ്ഞിരിക്കുന്നത്, അല്ലെ? ബേസിൻ മെത്തേഡ്, ഓക്കെ, ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. സോ അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. പിന്നെ എന്താണ്? ഡ്രിപ്പ് ഇറിഗേഷൻ ഇസ് ദി ലീസ്റ്റ് എഫിഷ്യന്റ് മെത്തേഡ്. ലീസ്റ്റ് എഫിഷ്യന്റ് മെത്തേഡ് ആണ് ഡ്രിപ്പ് ഇറിഗേഷൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. ആണോ? അല്ല. ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന് വെച്ചാൽ ഒരു 90% ഓഫ് ഇറിഗേഷൻ മീൻസ് എന്താണ്, നമ്മുടെ
എഫിഷ്യൻസി ഉള്ള ടൈപ്പ് ഓഫ് ഇറിഗേഷൻ ആണ്. അപ്പൊ അത് തെറ്റാണ്. പിന്നെ സ്പ്രിംഗ്ലർ ഇറിഗേഷൻ നമ്മൾ എന്താണ് അൺഈവൻ ആയിട്ടുള്ള ടെറൈനിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ വെള്ളത്തിന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ 1ഉം 3ഉം ആണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ്. ബി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് irrigation can leads to water, sorry, which of the following statements are correct about എന്താണ് about ill effects of the improper irrigation? Improper irrigation ill effects നെ ലീഡ് ചെയ്യുന്നത് എന്തെല്ലാമാണ്? ഓക്കെ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, improper irrigation can leads to waterlogging and soil salinity. It can decrease soil fertility over time. Proper irrigation management has no effect on preventing this issues. അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ്. അപ്പൊ നമുക്ക് എന്തായിരിക്കും, എന്തൊക്കെയാണ് ഓരോന്നും വായിച്ചു നോക്കുക. അതായത് ഇംപ്രോപ്പർ ഇറിഗേഷൻ ക്യാൻ ലീഡ്സ് ടു വാട്ടർ ലോഗിങ് ആൻഡ് സോയിൽ സലൈനിറ്റി. അതായത് ഇംപ്രോപ്പർ ആയിട്ട് നമ്മൾ ഇറിഗേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, വാട്ടർ ലോഗിങ് എന്ന് വെച്ചാൽ വെള്ളം കെട്ടൽ ഉണ്ടാവും അല്ലെ, വെള്ളക്കെട്ടുണ്ടാവാം, സോയിൽ സലൈനിറ്റി ഉണ്ടാവാം. അതുപോലെ തന്നെ ഇറ്റ് ക്യാൻ ഡിക്രീസ് സോയിൽ ഫെർട്ടിലിറ്റി ഓവർ ടൈം. ആണോ? അതെ, സോയിലിന്റെ ഫെർട്ടിലിറ്റിയും കുറെ നാളത്തേക്ക് നമുക്ക് മീൻസ് എന്താണ് വാട്ടർ ലോഗ് ഒക്കെ ആയി കഴിയുമ്പോഴത്തേനും എന്താണ് ഇപ്പൊ നമുക്കറിയാം വളങ്ങളൊക്കെ നമ്മൾ മണ്ണിൽ ഉപയോഗിക്കാറുണ്ടല്ലേ, അപ്പൊ അതൊക്കെ നമ്മൾ ഇംപ്രോപ്പർലി ഇറിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊക്കെ അഫക്ട് ചെയ്യും. പിന്നെ എന്താ, പ്രോപ്പർ ഇറിഗേഷൻ മാനേജ്മെന്റ് ഹാസ് നോ ഇഫക്ട് ഓൺ പ്രിവെന്റിംഗ് ദിസ് ഇഷ്യൂസ്. പ്രോപ്പർ ഇറിഗേഷൻ മാനേജ്മെന്റിന് ഇഫക്റ്റ് ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ തെറ്റാണ് അല്ലെ. പ്രോപ്പർ ആയിട്ട് ഇറിഗേഷൻ മാനേജ് ചെയ്ത് തന്നെ സപ്ലൈ ചെയ്യുക, എങ്കിൽ മാത്രമേ ഈ ഇഷ്യൂസ് എല്ലാം പ്രിവെന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കറക്റ്റ് ആയിട്ടുള്ളത് 1ഉം 2ഉം ആണ് അല്ലെ. അപ്പോൾ എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following statement is or are correct about the role of irrigation engineering? ഏതാണ് വരുന്നത്? Irrigation engineering involves designing and managing irrigation systems. It includes the study of the environmental impact of irrigation. Irrigation engineering is only concerned with the construction of canals. ഇതൊക്കെയാണ് സ്റ്റേറ്റ്മെന്റ്സ്. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണെന്ന് നോക്കാം. ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് ഇൻവോൾവ്സ് ഡിസൈനിങ് ആൻഡ് മാനേജിങ് ഇറിഗേഷൻ സിസ്റ്റം. ഇറിഗേഷൻ സിസ്റ്റത്തിനെ ഡിസൈൻ ചെയ്യുക, മാനേജ് ചെയ്യുക, കറക്റ്റ് ആണ്. Then it includes the study of the environmental impacts on irrigation. അതും ഉണ്ട് അല്ലെ. Then എന്താണ്, ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് is only concerned with the construction of canals. ആണോ? അല്ല. അപ്പോൾ അത് തെറ്റാണ്. നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് 1ഉം 2ഉം ആണ്, ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following statements are correct about the advantages of irrigation? ഇറിഗേഷന്റെ അഡ്വാൻറ്റേജസ് ഏതെല്ലാമാണ്? Irrigation helps in increasing crop yield and attaining self-sufficiency in food. It provides optimum benefits by maximizing crop yield with lesser water. Irrigation ensures mixed cropping in all regions. അപ്പൊ എന്താ വരുന്നത് ആൻസർ? വായിക്കുമ്പോഴേ അറിയാൻ പറ്റും അല്ലെ. ആൻസർ വരുന്നത് ഒന്നാമത്തത്, ഇറിഗേഷൻ ഹെൽപ്സ് ഇൻ ഇൻക്രീസിംഗ് ക്രോപ്പ് yield. ക്രോപ്പ് yield കൂട്ടുന്നു, കറക്റ്റ് ആണ്. അറ്റൈനിങ് സെൽഫ് സഫിഷ്യൻസി ഇൻ ഫുഡ്, കറക്റ്റ് ആണ്. പിന്നെ വരുന്നത് എന്താണ്, ഇറ്റ് പ്രൊവൈഡ്സ് ഒപ്റ്റിമം ബെനിഫിറ്റ്സ് ആണ് അല്ലെ, മാക്സിമം ക്രോപ്പ് yield ഉണ്ടാക്കുന്നു, കറക്റ്റ് ആണ്. അത് വിത്ത് ലെസർ വാല്യൂ വാട്ടർ. അതുപോലെ തന്നെ ഇറിഗേഷൻ എൻഷേഴ്സ് മിക്സഡ് ക്രോപ്പിംഗ് വേണം, പക്ഷേ എല്ലാ റീജിയണിലും മിക്സഡ് ക്രോപ്പിംഗ് നമ്മൾ അത് എൻഷുർ ചെയ്യുന്നില്ല അല്ലെ. അപ്പൊ ഇത് തെറ്റാണ്. സോ 1ഉം 2ഉം ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following statements is or are correct about the role of irrigation in generating hydroelectric power? Hydroelectric power generate ചെയ്യുന്നതിൽ ഇറിഗേഷന്റെ പങ്ക് എന്താണ്? ഒന്ന്, ഇറിഗേഷൻ projects can be used to generate hydroelectric power. Canal faults can be used for power generation. Irrigation projects are solely for agricultural purpose and cannot generate power. ഏതാണ്? മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് അല്ലെ. cannot generate power ആണ്. ഇറിഗേഷൻ can also use to generate power ആണ് അല്ലെ. സോ ഇത് കറക്റ്റ് ആണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ എന്താണ്, കനാൽ ഫോളുകളും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതിന് പവർ ജനറേഷന് വേണ്ടിയിട്ട്. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? 1ഉം 3ഉം ആണ് അല്ലെ. മീൻസ് അല്ല, സോറി, 1ഉം 2ഉം ആണ്. സോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ സി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Which of the following statements is or are correct about the disadvantages of irrigation? Irrigation disadvantages ഏതെല്ലാമാണ്? Irrigation may contribute to water pollution through seepage of fertilizers into the groundwater. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. അടുത്തത്, അതായത് ഫെർട്ടിലൈസേഴ്സ് വളം ഗ്രൗണ്ട് വാട്ടറിലേക്ക് പെനട്രേറ്റ് ചെയ്ത് പോയിട്ട് വാട്ടർ പൊല്യൂഷൻ ഉണ്ടാക്കാം. Then it can result in a colder and damper climate causing diseases like malaria. ആണോ? കറക്റ്റ് ആണോ? അതെ, കറക്റ്റ് ആണ് അല്ലെ. അതായത് കോൾഡർ ആൻഡ് ഡാമ്പർ ക്ലൈമറ്റിലൊക്കെ നമ്മൾ കൂടുതലായിട്ട് ഇറിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാവാം. പിന്നെ ഇറിഗേഷൻ നെവർ ലീഡ്സ് ടു വാട്ടർ ലോഗിംഗ്. ആണോ? തെറ്റാണ് അല്ലെ. സോ 1ഉം 2ഉം ആണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following statement is or are correct about the functions of irrigation water? ഇറിഗേഷൻ വാട്ടറിന്റെ ഫങ്ഷൻസ് എന്തെല്ലാമാണ്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഇറിഗേഷൻ വാട്ടർ ആക്ട്സ് ആസ് എ സോൾവെന്റ് ഫോർ ന്യൂട്രിയൻസ്. ആണോ?
അതായത് അതെ, കാരണം എന്താണ്, ന്യൂട്രിയൻസിനെ സോൾവെന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു ആര്, ഇറിഗേഷൻ വാട്ടർ അല്ലെ. പിന്നെ ഇറ്റ് സപ്ലൈസ് മോയ്സ്ചർ എസെൻഷ്യൽ ഫോർ ദി ലൈഫ് ഓഫ് ബാക്ടീരിയ നീഡഡ് ഫോർ, അത് പ്ലാന്റ് ഗ്രോത്തിന് നല്ല യൂസ്ഫുൾ ബാക്ടീരിയ ഉണ്ട്, യൂസ്ലെസ് ബാക്ടീരിയ ഉണ്ട് അല്ലെ. അതായത് നമുക്ക് എന്താണ്, രോഗങ്ങൾ പരത്തുന്നതും ഉണ്ട് അല്ലാത്തതും ഉണ്ട്. സോ പ്ലാന്റിന്റെ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള ബാക്ടീരിയയുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്നു അല്ലെ, ആവശ്യമായിട്ടുള്ള മോയ്സ്ചർ കൊടുക്കും. Then irrigation water cools the soil and atmosphere, making a more favorable environment for plant growth. അതും correct ആണ്. So option D ആണ് correct. 1, 2, 3. അടുത്ത question. Which of the following statements is or are correct about the benefits of domestic water supply through irrigation? ഇറിഗേഷനിലൂടെ ഡൊമസ്റ്റിക് വാട്ടർ സപ്ലൈ കൊടുക്കുന്നതിന്റെ ബെനിഫിറ്റ്സ് എന്തെല്ലാമാണ്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്സ്, ഇറിഗേഷൻ ഹെൽപ്സ് ആർഗ്യുമെന്റ് ദി ടൗൺ വാട്ടർ സപ്ലൈ വേർ വാട്ടർ ഇസ് സ്കേഴ്സ്. അതായത് വാട്ടറിന്റെ സ്കാഴ്സിറ്റി എന്ന് വെച്ചാൽ മീൻസ് ആവശ്യത്തിന് കിട്ടാത്ത അവസ്ഥ അല്ലെ, ആ ഒരു അവസ്ഥ വരുമ്പോഴത്തേന് എന്താണ്, നമ്മൾ ടൗണിലേക്ക് വാട്ടർ സപ്ലൈ ചെയ്യുമ്പോൾ അത് നല്ലതാണ് അല്ലെ. പിന്നെ ഇറ്റ് പ്രൊവൈഡ്സ് വാട്ടർ ഫോർ സ്വിമ്മിങ്, ബാത്തിങ് ആൻഡ് കാറ്റിൽ ഡ്രിങ്കിങ്. ഓക്കെ, അതും കറക്റ്റ് ആണ്. ഇറിഗേഷൻ ഡസ് നോട്ട് അഫക്ട് ദി ഡൊമസ്റ്റിക് വാട്ടർ സപ്ലൈ ആണോ? അല്ല, അത് തെറ്റാണ് അല്ലെ. സോ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഇതുമാണ്, അതായത് സ്റ്റേറ്റ്മെന്റ് ഇതുമാണ്. സോ 1 ഉം 2. ഓക്കെ, ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following statements is or are correct about the role of afforestation in irrigation? Afforestation ഉണ്ട്, deforestation ഉണ്ട്. അഫോറസ്റ്റേഷൻ അല്ലെങ്കിൽ എഫോറസ്റ്റേഷൻ വെച്ചാലാണ് മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്ന പ്രതിഭാസമാണ് അല്ലെ. അപ്പൊ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചാൽ എന്ത് സംഭവിക്കും? ട്രീസ് ഗ്രൗൺ അലോങ് ദി ബാങ്ക്സ് ഓഫ് റിവർ ചാനൽസ് ഇൻക്രീസസ് ദി ടിംബർ വെൽത്ത് ഓഫ് ദി കൺട്രി. കറക്റ്റ് ആണ് അല്ലെ. തടി അല്ലെ, തടി എന്ന് പറയുന്ന ആ ഒരു മീൻസ് ആ ഒരു വെൽത്ത് മൂല്യം, തടിയുടെ മൂല്യം കൂടുന്നു. നെക്സ്റ്റ്, അഫോറസ്റ്റേഷൻ ഹെൽപ്സ് ഇൻ റെഡ്യൂസിങ് സോയിൽ ഇറോഷൻ, മണ്ണൊലിപ്പ് തടയുന്നു, എയർ പൊല്യൂഷൻ കുറയ്ക്കുന്നു. പിന്നീട് എഫോറസ്റ്റേഷൻ അലോങ് ഇറിഗേഷൻ ചാനൽസ് ഹാസ് നോ എൻവയോൺമെന്റൽ ബെനിഫിറ്റ്സ്. എൻവയോൺമെന്റൽ ബെനിഫിറ്റ്സ് ഇല്ലെന്നാണ് പറയുന്നത്, തെറ്റാണ്, ഉണ്ട് അല്ലെ. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. 1 and 2 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following statements is or are correct about the inland navigation benefits of irrigation canals? അതായത് ഇറിഗേഷൻ കനാലിലൂടെ നാവിഗേഷൻ ബെനിഫിറ്റ്സ് നമുക്കാണ് ട്രാവലിംഗ് അല്ലെ, ഒരിടത്ത് മറ്റൊരിടത്തേക്ക് പോവുക. സോ ലാർജർ ഇറിഗേഷൻ കനാൽസ് ക്യാൻ ബി യൂസ്ഡ് ഫോർ നാവിഗേഷൻ പർപ്പസ് അല്ലെ, കറക്റ്റ് ആണ്. നാവിഗേഷൻ പർപ്പസിനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത് ഇൻലാൻഡ് നാവിഗേഷൻ ത്രൂ ഇറിഗേഷൻ കനാൽസ് ഹെൽപ്സ് ഇൻ ദ ട്രാൻസ്പോർട്ട് ഓഫ് ഗുഡ്സ് ആൻഡ് പീപ്പിൾ, ആളുകളെ ഒക്കെ നമുക്ക് കടത്തിവിടാൻ പറ്റും അല്ലെ, അതും കറക്റ്റ് ആണ്. പിന്നീട് വരുന്ന എന്താണ്, ഇറിഗേഷൻ കനാൽസ് ആർ നോട്ട് സ്യൂട്ടബിൾ ഫോർ എനി ഫോം ഓഫ് നാവിഗേഷൻ, തെറ്റാണ് അല്ലെ. സോ 1 and 2 ആണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ്. സോ എ ആണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് ഫ്ലഡ് ഇറിഗേഷൻ? ഫ്ലഡ് ഇറിഗേഷൻ തന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു, കുറെ ടൈപ്പ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഫ്ലഡ് ഇറിഗേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഫ്ലഡ് ഇറിഗേഷൻ കീപ്സ് ദി സോയിൽ സബ്മർജ്ഡ്. ഓക്കെ, ഫ്ലഡ് ഇറിഗേഷൻ ആണ്. ഫ്ലഡ് എന്ന് വെച്ചാൽ എന്താണ്, വെള്ളം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ കൂടുതലായിട്ട് കിട്ടുക അല്ലെ. അപ്പൊ സോയിലിനെ സബ്മർജ് ചെയ്യിക്കുന്നു അല്ലെ, അത് കറക്റ്റ് ആണ്. പിന്നീട് എന്താ വരുന്നത്, ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ് ഇന്നണ്ടേഷൻ ഇറിഗേഷൻ. അതായത് നമ്മുടെ ഫ്ലഡ് ഇറിഗേഷനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഇന്നണ്ടേഷൻ ഇറിഗേഷൻ എന്ന് പറയുന്നത്. പിന്നീട് ഫ്ലഡ് ഇറിഗേഷൻ ഇസ് ദി മോസ്റ്റ് വാട്ടർ എഫിഷ്യന്റ് മെത്തേഡ്. അല്ല, ഒരിക്കലും അല്ല. വാട്ടർ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ എന്താണ്, വെള്ളം വേസ്റ്റ് ആക്കാതെ കൂടുതലായിട്ട് ഉപയോഗിക്കുക. പക്ഷെ ഫ്ലഡ് എന്ന് വെച്ചാൽ ഒരിടത്ത് നമ്മൾ വെള്ളം പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇങ്ങനെ മൊത്തത്തിൽ ത്രൂ ഔട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കുറെ വേസ്റ്റേജ് ഉണ്ടാകും. സോ ഇറ്റ് ഈസ് നോട്ട് മോസ്റ്റ്ലി എഫിഷ്യന്റ് അല്ല. ഓക്കെ, അപ്പൊ എന്താണ്, 1 ഉം 2 ഉം ആണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ്. എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following statements is or are correct about subsurface irrigation? Subsurface irrigation എന്താണ്, മണ്ണിനടിയിലുള്ളതാണ് അല്ലെ. മണ്ണിനടിയിലൂടെ ചിലപ്പോൾ ഡക്റ്റുകളോ ചാനലുകളോ ഒക്കെ ഇട്ടിട്ട് നമ്മൾ കൊടുക്കുന്ന വെള്ളം കൊടുക്കുന്നതിനെയാണ് സബ്സർഫസ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. സോ നോക്കുക സ്റ്റേറ്റ്മെന്റ്സ്. സബ്സർഫസ് ഇറിഗേഷൻ ഡസ് നോട്ട് വെറ്റ് ദി സോയിൽ സർഫസ് ആണോ? അതായത് അതെ, സോയിൽ സർഫസിലൂടെ ഇല്ല, സബ്സർഫസിലൂടെയാണ്. അപ്പൊ അത് കറക്റ്റ് ആണ് അല്ലെ സ്റ്റേറ്റ്മെന്റ്. പിന്നെ ഇറ്റ് ക്യാൻ ബി നാച്ചുറൽ ഓർ ആർട്ടിഫിഷ്യൽ അല്ലെ. അപ്പൊ എന്താണ് പറയുന്നത്, അതെ, നാച്ചുറൽ ആയിട്ടും ആർട്ടിഫിഷ്യൽ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ സബ്സർഫസ് ഇറിഗേഷൻ ഇസ് ദി സെയിം ആസ് സർഫസ് ഇറിഗേഷൻ ആണോ? അല്ല. അപ്പം 1 ഉം 2 ഉം ആണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ്. എ ആണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതാണ് സബ്സർഫസ് ഇറിഗേഷൻ കേട്ടോ. സർഫസിൽ നിന്നും കുറച്ച് താഴത്തേക്ക് മാറിയിട്ട് നമ്മൾ വേരുകൾ വരുന്ന ആ ഒരു സ്ഥലത്തായിട്ട് അല്ലെങ്കിൽ വേരുകൾക്ക് വെള്ളം കിട്ടുന്ന രീതിയിൽ പൈപ്പ് ലൈനോ ചാനൽസോ ഒക്കെ പ്രൊവൈഡ് ചെയ്യുക കണ്ടോ. എന്നിട്ട് ഇതിൽ ചെറിയ ചെറിയ സുഷിരങ്ങളാണ് കണ്ടോ, ഇതുപോലത്തെ ചെറിയ ചെറിയ സുഷിരങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following statements is or are correct about artificial sub-irrigation? Artificial sub-irrigationലൂടെ മീൻസ് നമ്മൾ സബ്സർഫസ് ഇറിഗേഷൻ നടത്തുവാണ്, ആർട്ടിഫിഷ്യലി നടത്തുമ്പോൾ ഇൻവോൾവ്സ് യൂസ് ഓഫ് ഓപ്പൺ ജോയിന്റഡ് ഡ്രെയിൻസ് ആണ്. ഇറ്റ് ഈസ് എ കോസ്റ്റ് ഇഫക്റ്റീവ് പ്രോസസ്. ഓക്കെ, ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്ന സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്, കോസ്റ്റ് ഇഫക്റ്റീവ് ആണോ? അല്ല. നമ്മൾ അഡീഷണൽ ആയിട്ട് ഇങ്ങനെയുള്ള ചാനലുകളെല്ലാം ഉപയോഗിക്കുമ്പോൾ എന്ത് സംഭവിക്കും, അഡീഷണൽ കോസ്റ്റ് ആവും അല്ല. അപ്പൊ ഇത് പറയാൻ പറ്റത്തില്ല. ഓപ്പൺ ജോയിന്റഡ് ഡ്രെയിൻസ് ആണ്. പിന്നെ ഇറ്റ് ഈസ് റെക്കമെൻഡഡ് ഫോർ ഹൈ റിട്ടേൺ ക്യാഷ് ക്രോപ്സ്, അതായത്
കൂടുതലായിട്ട് നമുക്ക് എന്താണ് ക്രോപ്പ് ഫീൽഡ് ഒക്കെ കിട്ടുന്ന രീതിയിലാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇത് കറക്റ്റ് ആണ്. സോ 1 ഉം 3 ഉം ആണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ്. എ ആണ് ഓപ്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് ദി റിക്വയർമെന്റ്സ് ഓഫ് എന്താണ് വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ ഇൻ ഫാംസ്. ഫാമുകൾ എന്ന് വെച്ചാൽ നമ്മുടെ ഫീൽഡിൽ അല്ലെ, ഫാമിൽ എന്താണ് ഫീൽഡിൽ വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ ടെക്നിക്കുകൾ നമ്മൾ കൊടുക്കുമ്പോഴുള്ള കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് എന്തെല്ലാമാണ്? ഫ്രീ ഫ്ലഡിംഗ് ഈസ് വൺ ഓഫ് ദി ടെക്നിക്സ്. അതുപോലെ ഡ്രിപ്പ് ഇറിഗേഷൻ ഈസ് അനദർ മെത്തേഡ്. സ്പ്രിംഗ്ലർ ഇറിഗേഷൻ ഈസ് നോട്ട് യൂസ്ഡ് ഇൻ ഫാംസ്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്ന സ്റ്റേറ്റ്മെന്റ്സ്. ഇപ്പൊ നമുക്ക് നോക്കാം, ഇതൊക്കെയാണ് നമ്മൾ ഫാമുകളിൽ കൊടുക്കുന്ന പ്രധാനപ്പെട്ട ഇറിഗേഷൻ മെത്തേഡ്സ്. ഫ്രീ ഫ്ലഡിംഗ്, ബോർഡർ ഫ്ലഡിംഗ്, ചെക്ക് ഫ്ലഡിംഗ്, ബേസിൻ ഫ്ലഡിംഗ്, ഫറോ ഇറിഗേഷൻ മെത്തേഡ്, സ്പ്രിംഗ്ലർ ഇറിഗേഷൻ മെത്തേഡ്, ഡ്രിപ്പ് ഇറിഗേഷൻ മെത്തേഡ്. അപ്പൊ എന്താണ് പറഞ്ഞത്? ആദ്യത്തെ 2 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. പക്ഷെ സ്പ്രിംഗ്ലർ ഇറിഗേഷൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അല്ലെ, അപ്പൊ ഇത് തെറ്റാണ് കൊടുത്തേക്കുന്നത്. നോട്ട് യൂസ്ഡ് എന്നാണ് കൊടുത്തേക്കുന്നത്. ഇപ്പൊ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് 1 ഉം 2 ഉം ആണ്. സോ ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ, which of the following statements is or are correct about flow irrigation? Okay, flow irrigation പറ്റിയിട്ടുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഏതാണ്? ഫ്ലോ ഇറിഗേഷൻ സപ്ലൈസ് വാട്ടർ ബൈ ഗ്രാവിറ്റി അല്ലെ. അതെ, ഫ്ലോ എന്ന് വെച്ചാൽ ജസ്റ്റ് ഫ്ലോ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക ഗ്രാവിറ്റിയുടെ അണ്ടറിൽ. അതായത് ചെറിയ സ്ലോപ്പിൽ നിന്നായിരിക്കും, ആ സ്ലോപ്പിൽ നിന്നും താഴത്തേക്ക് ഇങ്ങനെ പതിയെ ഒഴുകുക. യൂസ്ഡ് വെൻ വാട്ടർ ഇസ് അവൈലബിൾ അറ്റ് എ ലോവർ ലെവൽ ആണോ? അതായത് നമുക്ക് ഒരു പെർട്ടിക്കുലർ ഹയർ ലെവലിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഗ്രാവിറ്റിയുടെ അണ്ടറിൽ എന്താണ് വെള്ളം താഴത്തേക്ക് ഒഴുകത്തുള്ളൂ അല്ലെ. അപ്പൊ ഇത് തെറ്റാണ്. Then it can be divided into perennial and flood irrigation. അതെ, ഫ്രീ അല്ലെങ്കിൽ ഈ ഫ്ലോ ഇറിഗേഷൻ നമ്മൾ വിളിക്കുന്ന അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്യുന്ന 2 മെത്തേഡ്സ് ആണ് പെരനിയൽ ആൻഡ് ഫ്ലഡ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. അപ്പൊ 1 ഉം 3 ഉം ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following statements is are correct about perennial irrigation? പെരനിയൽ ഇറിഗേഷൻ കറക്റ്റ് ആയിട്ടുള്ളത്. പെരനിയൽ എന്ന് വെച്ചാൽ എന്താണ്? കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് വാട്ടർ ആണ്, അല്ലെങ്കിൽ ഒരു വർഷത്തിൽ മൊത്തത്തിൽ നമുക്ക് കിട്ടുന്നു അല്ലെ, വെള്ളം കിട്ടുന്നു. അതാണ് പെരനിയൽ ഇറിഗേഷൻ എന്ന് പറയുന്നത്. So perennial irrigation provides a continuous water supply. It uses storage canal headworks. It is only used in arid region. അപ്പൊ ഏതാണ്? അതായത് കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് വാട്ടർ ആയതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് കുറെ വെള്ളം നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും അല്ലെ. അപ്പൊ സ്റ്റോറേജ് കനാൽ ഹെഡ്വർക്സ് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ എന്താണ്, ആരിഡ് റീജിയൻസിൽ മാത്രമല്ല എവിടെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, ഇൻ കേസ് വെള്ളത്തിന്റെ സോഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെ. അപ്പൊ 1 ഉം 2 ഉം ആണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following statements is or are correct about the free flooding method? ഫ്രീ ഫ്ലഡിംഗ് മെത്തേഡിലെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഏതെല്ലാമാണ്? ഓക്കെ, 1, ditches are excavated in the field either on the contour or up and down the slopes. Up and down the slopes. Okay, then the movement of water is not restricted and is sometimes called wild flooding. The initial cost of land preparation is high, but labor requirements are low. ഏതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്? അതായത് നമ്മൾ ഫ്രീ ഫ്ലഡിംഗ് മെത്തേഡിൽ മെയിൻ ആയിട്ടും ഡിച്ചസ് എക്സ്കവേറ്റ്, അതായത് ഫ്രീ ആയിട്ട് ഫ്ലഡ് ചെയ്ത് പൊക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? കുഴികൾ കുഴിക്കും, ഈ മഴക്കുഴി പോലെയുള്ളത്. ഓക്കെ, ഇപ്പൊ ഡിച്ചസ് നമ്മൾ എക്സ്കവേറ്റ് ചെയ്തിടും ഈ ഫീൽഡിൽ. പിന്നെ വരുന്നത് മൂവ്മെന്റ് ഓഫ് വാട്ടർ എന്താണ്? റെസ്ട്രിക്ട് ചെയ്യുന്നില്ല, ഫ്രീ ആയിട്ട് പൊക്കൊണ്ടേ ഇരിക്കുവാണ്. അതിനെ ചില സമയത്ത് വെള്ളം ഓവർ ആയിട്ട് അല്ലെങ്കിൽ ഫ്രീ ഫ്ലഡിങ് ആയതുകൊണ്ട് തന്നെ വൈൽഡ് ഫ്ലഡിങ് എന്ന് അതിനെ വിളിക്കാറുണ്ട്. ഓക്കെ, പിന്നെ വരുന്നത് ഇനിഷ്യൽ കോസ്റ്റ് ഓഫ് ലാൻഡ് പ്രിപ്പറേഷൻ ഇസ് ഹൈ. അങ്ങനെയൊന്നും ഇല്ല, നമ്മൾ ആ ഒരു ഗ്രൗണ്ട് അനുസരിച്ചിട്ടാണ്, ഗ്രൗണ്ടിന്റെ നേച്ചർ അനുസരിച്ചിട്ടാണ് ഏത് ഫ്ലഡിംഗ് മെത്തേഡ് അല്ലെങ്കിൽ ഏത് ഇറിഗേഷൻ മെത്തേഡ് വേണമെങ്കിൽ ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഇല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ആണ്. സോ 1 ഉം 2 ഉം ആണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, which of the following statements is or are correct about the border flooding method? Border flooding method, ഇതാണ് border flooding method എന്ന് പറയുന്നത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. Farm is divided into a series of strips separated by low levees or borders. കണ്ടോ, ഇതാണ് ലെവീസ് എന്ന് പറയുന്നത്. ഇതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഓരോ സ്ട്രിപ്പ് ആയിട്ട് നമ്മൾ തിരിക്കും. ഓക്കെ, വാട്ടർ is turned from the supply ditch onto the head of the border. Okay, സപ്ലൈ ഡിച്ചിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു? ഹെഡ് ഓഫ് ദി ബോർഡറിന്റെ ഹെഡിലേക്ക് നമ്മൾ ഇങ്ങനെ സപ്ലൈ ചെയ്ത് കൊടുക്കും. ഓക്കെ, പിന്നെ വരുന്ന എന്താണ്? ഇതാണ് സപ്ലൈ ഡിച്ച്. കണ്ടോ, സപ്ലൈ ഡിച്ചിൽ നിന്നും ബോർഡറിന്റെ ഹെഡിലേക്ക് നമ്മൾ സപ്ലൈ ചെയ്ത് കൊടുക്കും. The surface is not level between 2 borders causing uneven water distribution. Okay, അപ്പൊ എന്തൊക്കെയായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് വരുന്നത്? സർഫസ് ഇസ് നോട്ട് ലെവൽ, ലെവലായിട്ടുള്ള സർഫസ് തന്നെയാണ്. ഓക്കെ, നമ്മളിപ്പം സിനിമയിലൊക്കെ സിനിമയിലൊന്നല്ല, നമ്മൾ വീഡിയോസിലും യൂട്യൂബിലും അല്ലാതൊക്കെ നമ്മൾ കാണാറുണ്ടല്ലോ അല്ലെ. ഇതുപോലത്തെ മീൻസ് നമ്മൾ എന്താണ് ഈ ഒരു രീതിയിലൊക്കെ നമ്മൾ കിടക്കുന്നത് കാണാറുള്ളതാണ്. മീൻസ് ഇതുപോലൊക്കെ അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള നിങ്ങൾ കാണാറുള്ളതാണ്. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും ഒരേ ലെവലിലാണ് നമ്മുടെ ആ ഒരു ഗ്രൗണ്ട് കിടക്കുന്നത് അല്ലെ. അപ്പൊ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്താണ് ആൻസർ വരുന്നത്? 1 ഉം 2 ഉം ആണ് ആൻസർ. സോ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following statements is or are correct about check flooding? Check flooding ന്റെ കറക്റ്റ് ആയിട്ടുള്ള മെത്തേഡ്, ചെക്ക് ഫ്ലഡിങ്ങിന്റെ ഫിഗർ ഞാൻ കാണിച്ചു തരാം. ഇതെങ്ങനെയാണ് കണ്ടോ, നമ്മുടെ എന്താണ് മറ്റേ നെൽകൃഷിയൊക്കെ ചെയ്യുന്ന പോലത്തെ വയലുകൾ അല്ലെ. ചെക്ക് ഫ്ലഡിങ് is similar to ordinary flooding but with controlled water flow. പിന്നെ വരുന്നത് levees are constructed along the contour with a
vertical interval of about 5 to 10 centimeter. This method is suitable for both more permeable and less permeable soils. Okay. അപ്പോൾ ഇതില് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്തായിരിക്കും? അതെ, ഒബിയസ്ലി എ തന്നെയാണ്. കാരണം എന്താണ്, എല്ലാ ടൈപ്പിനും സൂട്ടബിൾ അല്ല. കാരണം നമ്മൾ റൈസിന്റെ ഒക്കെ കൾട്ടിവേഷന് വേണ്ടിയിട്ട് ചെക്ക് ഫ്ലഡിങ് കോമൺ ആയിട്ട് യൂസ് ചെയ്യാറുള്ളത് പാഡി ഫീൽഡ് അല്ലെ. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും അതായത് കൺട്രോൾഡ് ഫ്ലോ ആണ്. പിന്നെ നമ്മൾ വെള്ളം കെട്ടി നിർത്തും കൺട്രോൾ ചെയ്യിച്ചിട്ട്. പിന്നെ വരുന്ന എന്താണ്, ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ ഇന്റർവെല്ലിലായിരിക്കും നമ്മൾ ഓരോ ലെവീസും കൊടുത്തേക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following statements is or are correct about basin flooding? Basin flooding ന്റെ ഫിഗർ കൂടി കാണിച്ചു തരാം. ഇതാണ് basin flooding എന്ന് പറയുന്നത്. Basin flooding is adopted on or adopted to orchids and involves forming basins for each tree. ഓരോ ട്രീക്കും നമ്മൾ ഇങ്ങനെ ഇതുപോലെ ബേസിൻ കെട്ടും. എന്നിട്ട് അവിടെ തടഞ്ഞു നിർത്തിയിട്ട് വെള്ളം കൊടുക്കും. വാട്ടർ ഈസ് സപ്ലൈഡ് ടു ദി ബേസിൻ ത്രൂ എ സപ്ലൈ ഡിച്ച്. സപ്ലൈ ഡിച്ചിൽ നിന്നാണ്, സപ്ലൈ ചാനൽ കണ്ടു ഇവിടെ കൊടുത്തിട്ടുണ്ട്. സപ്ലൈ ചാനലിൽ നിന്നാണ് നമ്മൾ വെള്ളം കൊടുക്കുന്നത്. This method is not suitable for interconnected basins. അപ്പൊ ഏതായിരിക്കും കറക്റ്റ് ആയിട്ട് വരുന്നത്? ഇന്റർകണക്ടഡ് ബേസിൻസിലൊക്കെ ഇന്റർകണക്ടഡ് ബേസിൻസ് ആണിത് അല്ലെ. ഇത് രണ്ടും ഇന്റർകണക്ടഡ് ആണ്. Then 1 ഉം 2 ആണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ്. സോ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following statements is or are correct about furrow irrigation? Furrow irrigation എന്ന് വെച്ചാൽ എന്താണ്? ഇതാണ് furrow irrigation. ഓക്കെ, furrows are narrow field ditches excavated between rows of plants. പ്ലാന്റ്സിന് ഇടയിലായിട്ട് ഇതുപോലെ കുഴികൾ കണ്ടോ, നാരോ ആയിട്ടുള്ള ഡിച്ചസ് നമ്മൾ ഉണ്ടാക്കുന്നു. ഓൺലി 1/5 to 1/2 ഓഫ് ദി ലാൻഡ് സർഫസ് ഇസ് വെറ്റഡ് ബൈ വാട്ടർ. കണ്ടോ, ഇതില് കുറച്ച് ഇത്രയും പോർഷൻ ഒന്നും ഇല്ല, ജസ്റ്റ് നമ്മൾ ഇവിടെ വെള്ളം കെട്ടി നിർത്തത്തതേ ഉള്ളൂ. ഓക്കെ, അവിടെ നിന്ന് വേര് വലിച്ചെടുക്കും അല്ലെ. ഫറോ ഇറിഗേഷൻ റിസൾട്ട്സ് ഇൻ മോർ ഇവാപറേഷൻ ആൻഡ് പുഡ്ലിംഗ് ഓഫ് സോയിൽ. തെറ്റാണ്, ലെസ് ഇവാപറേഷൻ ആയിരിക്കും ഫറോ മെത്തേഡിന് കേട്ടോ. ലെസ് ആണ് ഇവാപറേഷൻ. ഓക്കെ, ഫസ്റ്റ് മെത്തേഡും സെക്കൻഡ് മെത്തേഡും ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following statements is or are correct about sprinkler irrigation? Sprinkler irrigation ഒന്നെന്താണ്? വാട്ടർ is applied to the soil in the form of spray. കറക്റ്റ് ആയിരിക്കുമല്ലോ അല്ലെ. സ്പ്രേ ടൈപ്പ് ആണ്, സ്പ്രിങ്കിൾ ചെയ്യുക അല്ലെ. സ്പ്രേ ടൈപ്പ് ആണ്, നെറ്റ്വർക്ക്സ് ഓഫ് പൈപ്പ് യൂസ് ചെയ്തിട്ട്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഓൾ ടൈപ്സ് ഓഫ് സോയിൽ ആൻഡ് ടോപ്പോഗ്രഫീസ്. എല്ലാ ടൈപ്പ് സോയിൽസിനും ടോപ്പോഗ്രഫിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് സ്പ്രിങ്ക്ലർ ഇറിഗേഷൻ എന്ന് പറയുന്നത്. ആണോ? കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്തായിരിക്കും വരുന്നത്? അതെ, ഏത് ടൈപ്പിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് സ്പ്രിങ്ക്ലർ ഇറിഗേഷൻ ലോ കോസ്റ്റ് പ്രോസസ് ആണ്. ഒരിക്കലും പറയാൻ പറ്റില്ല, കാരണം നമ്മൾ അഡീഷണൽ ആയിട്ട് നെറ്റ്വർക്ക്സ് ഓഫ് പൈപ്സും പമ്പ്സും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇത് ലോ കോസ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏത് വരും? ബി 1 and 2 ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following statements is or are correct about drip irrigation? ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന് പറയുമ്പോൾ ഇതുപോലെയാണ് കണ്ടോ, ചെറിയ ചാനലുകൾ നമ്മൾ പ്ലാന്റ്സിന് നിയറസ്റ്റ് ആയിട്ട് കൊടുത്തിട്ട് പോകുന്നതാണ്. ഓക്കെ, ഡ്രിപ്പ് ഇറിഗേഷൻ ഇസ് ഓൾസോ കോൾഡ് ട്രിക്കിൾ ഇറിഗേഷൻ. കറക്റ്റ് ആണ്. ഡ്രിപ്പ് ഇറിഗേഷന്റെ മറ്റൊരു പേരാണ് ട്രിക്കിൾ ഇറിഗേഷൻ എന്ന് പറയുന്നത്. വാട്ടർ ഇസ് സ്ലോലി ആൻഡ് ഡയറക്ട്ലി അപ്ലൈഡ് ടു ദി റൂട്ട് സോൺ ഓഫ് ദി പ്ലാന്റ്. പ്ലാന്റിന്റെ റൂട്ട് സോണിൽ മാത്രം കണ്ടോ, റൂട്ട് വരുന്ന ആ ഒരു ഭാഗത്ത് മാത്രം നമ്മൾ എന്ത് കൊടുക്കും? സപ്ലൈ കൊടുക്കും. ഓക്കെ, പിന്നെ ദിസ് മെത്തേഡ് സ്യൂട്ടബിൾ ഫോർ ഏരിയാസ് വിത്ത് അബണ്ടന്റ് വാട്ടർ സപ്ലൈ. ആണോ? അല്ല, വാട്ടറിന്റെ സ്കാർസിറ്റി ഡെഫിഷ്യൻസി ഉള്ള ഏരിയകളിലാണ് ഇതുപോലെ നമ്മൾ കൊടുക്കുന്നത്, കൺട്രോൾ ചെയ്ത് വെള്ളം കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് തെറ്റാണ്. അപ്പൊ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്? 1 and 2 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following statements is or are correct about the advantages of drip irrigation system? ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം ആണ്. ഓക്കെ, ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഡ്രിപ്പ് ഇറിഗേഷൻ റെഡ്യൂസസ് ദി വാട്ടർ വേസ്റ്റേജ് ത്രൂ ഇവാപറേഷൻ ആൻഡ് പെർക്കുലേഷൻ. ഡ്രിപ്പ് ഇറിഗേഷൻ നമ്മൾ എന്താണ്, ഇവാപറേഷനും പെർക്കുലേഷനും വഴിയുള്ള എന്താണ് വാട്ടറിന്റെ വേസ്റ്റേജിനെ കുറയ്ക്കുന്നു. നമ്മൾ ഫസ്റ്റ് ആദ്യമേ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞാണ് ഡ്രിപ്പ് ഇറിഗേഷൻ എത്ര പെർസെന്റേജ് ഡെഫിഷ്യൻസി? 90% ഓഫ് എഫിഷ്യൻസി ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ 90% എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്താണ്? ആകെ ഏകദേശം ഒരു 10% മാത്രമേ വെള്ളം വേസ്റ്റേജ് ആയി പോകത്തുള്ളൂ. സോ റെഡ്യൂസസ് ദി വാട്ടർ വേസ്റ്റേജ്. ഇറ്റ് സ്യൂട്ടബിൾ ഫോർ ഓൾ ടൈപ്സ് ഓഫ് സോയിൽ വിത്തൗട്ട് എനി ഇഷ്യൂ. അതാണ് അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ആണോ? അങ്ങനെയില്ല. ഡ്രിപ്പ് ഇറിഗേഷൻ നമുക്ക് ഇന്നതിന് എന്നുള്ള രീതിയിൽ ഉപയോഗിക്കത്തില്ല. നമ്മൾ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത്, അതായത് ക്ലോസ്ലി പ്ലാന്റഡ് ക്രോപ്സിന് നമ്മൾ ഉപയോഗിക്കാറില്ല. അതായത് വീറ്റ്, റൈസ്, ഓക്കെ, അങ്ങനെയുള്ള പ്ലാന്റ്സിന് നമ്മൾ യൂസ് ചെയ്യാറില്ല. മനസ്സിലാക്കുക, ക്ലോസ്ലി പ്ലാന്റഡ് പ്ലാന്റ്സ്. ഓക്കെ, അപ്പൊ അത് തെറ്റാണ്. നെക്സ്റ്റ് എന്താണ്? ഡ്രിപ്പ് ഇറിഗേഷൻ അവോയ്ഡ്സ് വാട്ടർ ലോഗിംഗ് ബൈ കൺട്രോളിംഗ് ഡീപ്പ് പെർക്കുലേഷൻ ലോസസ്. ഓക്കെ, കൺട്രോൾഡ് ഇറിഗേഷൻ ആണ്. അതുകൊണ്ടാണ് വെള്ളത്തിന്റെ ലോസേജ് നമുക്ക് തടയാൻ പറ്റുന്നത്. അപ്പൊ വാട്ടർ ലോഗിങ്ങും അവോയ്ഡ് ചെയ്യാൻ പറ്റും. സോ 1 ഉം 3 ഉം ആണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following statements is or are correct about the role of drip irrigation in high yield crop production? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഡ്രിപ്പ് ഇറിഗേഷൻ ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിനിങ് ആൻ ഒപ്റ്റിമം വാട്ടർ ലെവൽ. അല്ലെ, ഒപ്റ്റിമൽ വാട്ടർ ലെവൽ നമുക്ക് കിട്ടും. എന്ന് വെച്ചാൽ നമ്മൾ എന്താണ് സപ്ലൈ ചെയ്യുന്ന വെള്ളം കംപ്ലീറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു 90% നമ്മൾ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ ഇറ്റ് ഇൻക്രീസസ് ദി ചാൻസസ് ഓഫ് വാട്ടർ ലോഗിങ് അഫക്റ്റിംഗ് ക്രോപ്പ് ഫീൽഡ്. ആണോ? ഇല്ല, വാട്ടർ ലോഗിങ്ങിനെ അഫക്ട് ചെയ്യുന്നില്ല, ചാൻസ് ഇല്ല അല്ലെ. പിന്നെ വരുന്ന എന്താണ്?
പിന്നെ വരുന്നത് പ്രോപ്പർ കൺട്രോൾ ഓവർ സോയിൽ വാട്ടർ ക്രോപ്പ് റിലേഷൻഷിപ്പ് റിസൾട്ട്സ് ഇൻ ഹയർ ഈൽഡ്. അതും കറക്റ്റ് ആണ്. സോ ആൻസർ വരുന്നത് ഡി ആണ്, 2 and 3. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യനിലേക്ക് പോവാം. Which of the following statements are correct about the suitability of drip irrigation or different crops? അതായത് പല ക്രോപ്സിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഡ്രിപ്പ് ഇറിഗേഷന്റെ സ്യൂട്ടബിലിറ്റി. ഓക്കെ, ഡ്രിപ്പ് ഇറിഗേഷൻ ഇസ് സ്യൂട്ടബിൾ ഫോർ ക്യാഷ് ക്രോപ്സ് ലൈക്ക് വെജിറ്റബിൾസ്, കോട്ടൺ, ടൊബാക്കോ ആൻഡ് ഓർക്കിഡ് പ്രോഡക്ട്സ്. ഏതാണ്? കറക്റ്റ് ആണോ? അല്ലെ, കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഇറ്റ് ഇസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ക്രോപ്സ് റിക്വയറിംഗ് ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് വാട്ടർ. ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ക്രോപ്സ് റിക്വയറിംഗ് ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് വാട്ടർ. കാരണം ഇത് കൺട്രോൾഡ് ഇറിഗേഷൻ ആണ് അല്ലെ. ഒരുപാട് വെള്ളം വേണ്ടതൊക്കെയാണ്. ഇപ്പൊ മീൻസ് നമ്മുടെ വീറ്റിന്റെ കേസ് പോട്ടെ നമ്മൾ, കാരണം അത് നമ്മൾ എന്താണ് ഡ്രൈ സീസൺ മീൻസ് ഡ്രൈ ഏരിയാസിലാണ്. പിന്നെ റൈസ് എന്നൊക്കെ പറയുമ്പോൾ കംപ്ലീറ്റ് എപ്പോഴും നമ്മൾ എന്താണ് വെള്ളത്തിൽ നിൽക്കുന്ന ടൈപ്പ് ഓഫ് ക്രോപ്സ് ആണ്. അപ്പൊ അതിന് ഡ്രിപ്പ് ഇറിഗേഷൻ സ്യൂട്ടബിൾ അല്ല അല്ലെ. അപ്പൊ അത് നമുക്ക് തെറ്റാണ്. പിന്നെ ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ക്രോപ്സ് റിക്വയറിംഗ് എന്താണ് ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് വാട്ടർ. അത് കറക്റ്റ് ആണ് അല്ലെ. അതായത് ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് വാട്ടർ ഉപയോഗിക്കുന്ന ക്രോപ്സിന് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അത് കറക്റ്റ് ആണ് സ്റ്റേറ്റ്മെന്റ്. ദിസ് മെത്തേഡ് ഇസ് ഇൻഎഫക്റ്റീവ് ഫോർ ഹൈ വാല്യൂ ക്രോപ്സ്. ഇഫക്റ്റീവ് ആണ്, സോ ഇത് തെറ്റാണ് അല്ലെ. ഇൻഎഫക്റ്റീവ് എന്നാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്, പക്ഷേ ഇഫക്റ്റീവ് ആണ്. സോ 1 and 2 ആണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following statements is or are correct about the environmental benefits of drip irrigation? Drip irrigation increases the net irrigated area by saving land used for field channels. അല്ലെ, അതായത് നെറ്റ് ഇറിഗേറ്റഡ് ഏരിയ ഇൻക്രീസ് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മൾ എന്തുമാത്രം ഏരിയ മീൻസ് ഇറിഗേറ്റ് ചെയ്യണമോ അത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ബൈ സേവിങ് ലാൻഡ്. ഓക്കെ, അപ്പൊ അത് കറക്റ്റ് ആണ്. Then it preserves soil nutrients by reducing deep percolation losses. അതായത് താഴത്തേക്ക് ഒരുപാട് പെർക്കുലേറ്റ് ചെയ്ത് വെള്ളം ലോസസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ സോയിലിന്റെ ന്യൂട്രിയൻസിനെ എല്ലാം വലിച്ച് താഴത്തേക്ക് കൊണ്ടുപോകത്തില്ല അല്ലെ. അപ്പൊ അതും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. പിന്നെ വരുന്നത് ദിസ് മെത്തേഡ് കോൺട്രിബ്യൂട്ട്സ് ടു സോയിൽ ഇറോഷൻ. തെറ്റാണ് അല്ലെ, സോയിൽ ഇറോഷൻ ഒന്നും ഉണ്ടാക്കുന്നില്ല. സോ 1 and 2 ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following statement is are correct about the efficiency of drip irrigation? എഫിഷ്യൻസിയുടെ ബേസിസിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് നോക്കാം. ഡ്രിപ്പ് ഇറിഗേഷൻ അവോയ്ഡ്സ് ഓവർ ഇറിഗേഷൻ ബൈ ഡയറക്ട്ലി സപ്ലൈങ് വാട്ടർ ടു ദി റൂട്ടിലേക്ക് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് വെള്ളം സപ്ലൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഓവർ ഇറിഗേഷൻ ഇല്ല അല്ലെ. അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇറ്റ് ഡസ് നോട്ട് വേരി ദി ആപ്ലിക്കേഷൻ റേറ്റ് ത്രൂ ഔട്ട് ദി ക്രോപ്പ് പീരീഡ്. ഓക്കെ, അതായത് നമ്മുടെ എന്താണ് ക്രോപ്പിന്റെ ആ ഒരു മീൻസ് ക്രോപ്പ് പീരീഡ് അല്ലെ, നമ്മൾ എന്തുമാത്രമാണ് എത്രമാത്രം ടൈമാണ് നമ്മൾ വെള്ളം കൊടുക്കുന്നത് അല്ലെ. അതെന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഡസ് നോട്ട് വേരി ദി ആപ്ലിക്കേഷൻ റേറ്റ്. അങ്ങനെയാണോ? അതല്ല, നമുക്ക് പല ക്രോപ്പിന്റെ പീരീഡ് അനുസരിച്ചിട്ട് അല്ലെങ്കിൽ ആ ക്രോപ്പ് പീരീഡിൽ നമുക്ക് അതിന്റെ ആപ്ലിക്കേഷൻ റേറ്റ് വേരി ചെയ്യിക്കാൻ പറ്റും അല്ലെ. റിക്വയർമെന്റ്സ് അനുസരിച്ചിട്ട് കൊടുത്താൽ മതി അല്ലെ. പിന്നെ അല്ലെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ റേറ്റ് വേരി ചെയ്യിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ലോസേജ് സംഭവിക്കും. കാരണം ഇപ്പം മഴ കൂടുതലുള്ള സമയത്തൊക്കെ ഒരേ അളവിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത്രയും വെള്ളം വേസ്റ്റ് ആണ്. ഇറ്റ് ഹെൽപ്സ് ഇൻ കൺട്രോളിങ് വീഡ് ഗ്രോത്ത്. അതെ, കൺട്രോൾ ചെയ്യുന്നു, വീടിന്റെ ഗ്രോത്ത് കൺട്രോൾ ചെയ്യുന്നു. വീഡ്സ് എന്ന് വെച്ചാൽ എന്താണ്? അല്ലാത്ത മീൻസ് നമ്മുടെ മുളകളൊക്കെ ഉണ്ടല്ലോ, ചെറിയ ചെറിയ സസ്യങ്ങളൊക്കെ കിളിച്ചു വരിക, അതൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ കാരണം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് വാട്ടർ സപ്ലൈ ചെയ്യുന്ന എങ്ങോട്ടേക്കാണ്? റൂട്ട് സോണിലേക്കാണ്. അങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പം 1 ഉം 3 ഉം കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ആൻസർ വരുന്ന ഏതാണ്? 1 and 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following statements is correct about the cost and maintenance of drip irrigation system? ഒന്നാമത്തത്, ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം ഹാവ് എ ഹൈ ഇനിഷ്യൽ കോസ്റ്റ്. ആണോ? ആണ്, കറക്റ്റ് ആണ്. കാരണം എന്താണ്, നമ്മൾ അഡീഷണൽ ആയിട്ടുള്ള പൈപ്പിംഗ് സിസ്റ്റം എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. നെക്സ്റ്റ്, the nozzles in drip systems frequently clogged due to small sizes. ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് കാണിച്ചതാണ്, ഇങ്ങനെ ഒരു ചാനൽ ഇങ്ങനെ ഇട്ടിട്ട് അതിൽ ചെറിയൊരു സുഷിരം അല്ലെ. അപ്പൊ അതിൽ ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ഒക്കെ കയറിയിരുന്ന് അടയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതും കറക്റ്റ് ആണ്. Then drip systems are free from any maintenance issues. അങ്ങനെയാണോ? അല്ല. അതായത് ഡ്രിപ്പിന് എന്താണ് മെയിൻ്റനൻസ് ഇഷ്യൂസ് ഉണ്ടാവാം അല്ലെ. അപ്പൊ ഇത് തെറ്റാണ്. അപ്പൊ 1 ഉം 2 ആണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ബി ആണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following statements is or are correct about the adaptability of drip irrigation system? Okay, drip irrigation system നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തുകൊണ്ട് അതിന്റെ റിലേറ്റഡ് ഉള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഒന്ന്, ഡ്രിപ്പ് ഇറിഗേഷൻ is suitable for any topography including sloping and undulating terrain. Okay, ടോപ്പോഗ്രഫി ആണ്, അല്ലാതെ എല്ലാ പ്ലാന്റ്സ് എന്നല്ല പറയുന്നത്. ഏത് ടോപ്പോഗ്രഫിക്കും അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. കറക്റ്റ് ആണ്. അടുത്തത്, ഇറ്റ് റിക്വയർ സിഗ്നിഫിക്കന്റ് ലാൻഡ് ലെവലിംഗ്. ആണോ? അതെ, മീൻസ് അല്ല, അതായത് ലാൻഡ് ലെവലിംഗിന്റെ ആവശ്യമില്ല. കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇൻക്ലൂഡിംഗ് സ്ലോപ്പിംഗ് ആൻഡ് അണ്ടുലേറ്റിംഗ് ആയാലും പ്രശ്നമൊന്നുമില്ല. സോ ലാൻഡ് ലെവലിംഗിന്റെ ആവശ്യം ഇല്ല. പിന്നെ വരുന്നത് എന്താണ്? ദിസ് മെത്തേഡ് ഇസ് പെർട്ടിക്കുലർലി ബെനിഫിഷ്യൽ ഫോർ സലൈൻ സോയിൽ. സലൈൻ സോയിലിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും.
അത് ഡ്രിപ്പ് ഇറിഗേഷന്റെ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് അഡ്വാൻറ്റേജ് ആണ്. സലൈൻ സോയിലിനും ഡ്രിപ്പ് ഇറിഗേഷൻ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? 1 ഉം 3 ഉം ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇറിഗേഷന്റെ പുതിയൊരു സെക്ഷനുമായിട്ട് വരാം. താങ്ക് യു.